അമേരിക്കയുടെ തീരുവ ഭീഷണിക്ക് പരോക്ഷ വിമർശനവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കർഷകരുടെ താൽപര്യമാണ് മുൻഗണനയെന്നായിരുന്നു പ്രധാനമന്ത്രിയുടെ പ്രതികരണം. പ്രൊഫസർ എം.എസ്. സ്വാമിനാഥന്റെ ജന്മശതാബ്ദിയോടനുബന്ധിച്ചുള്ള അന്താരാഷ്ട്ര സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. व्यक्तिगत रूप से मुझे बहुत बड़ी कीमत चुकानी पड़ेगी, लेकिन मैं इसके लिए तैयार हूं। मेरे देश के किसानों के लिए, मेरे देश के मछुआरों के लिए, मेरे देश के पशुपालकों के लिए आज भारत तैयार है। किसानों की आय बढ़ाना, खेती पर खर्च कम करना, आय के नए स्रोत बनाना, इन लक्ष्यों पर हम लगातार काम कर रहे हैं. ഇന്ത്യക്കെതിരെ യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് താരിഫ് യുദ്ധം ശക്തമാക്കിയതിന് പിന്നാലെയായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതികരണം. കർഷകരുടെ താൽപര്യമാണ് കേന്ദ്ര സർക്കാരിന്റെ മുൻഗണനയെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു പ്രധാനമന്ത്രി തന്റെ അഭിസംബോധന ആരംഭിച്ചത്. കർഷകരുടെയും മത്സ്യത്തൊഴിലാളികളുടെയും ക്ഷീര കർഷകരുടെയും താൽപര്യങ്ങളിൽ രാജ്യം ഒരിക്കലും വിട്ടുവീഴ്ച ചെയ്യില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇതിന് വ്യക്തിപരമായി വലിയ വില നൽകേണ്ടി വരുമെങ്കിലും അതിന് തയ്യാറാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. आज दुनिया भर में बायोडायवर्सिटी को लेकर चर्चा होती है. इसे सुरक्षित रखने के लिए सरकारें अनेक कदम उठा रही हैं, लेकिन डॉक्टर स्वामीनाथन ने एक कदम आगे बढ़ते हुए बायो हैप्पीनेस का आइडिया दिया. പ്രൊഫസർ എം.എസ്. സ്വാമിനാഥന്റെ ജന്മശതാബ്ദിയോടനുബന്ധിച്ചുള്ള അന്താരാഷ്ട്ര സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. ഡോക്ടർ എം.എസ്. സ്വാമിനാഥന്റെ ശതാബ്ദി സ്മാരക സ്റ്റാമ്പും നാണയവും പ്രധാനമന്ത്രി പുറത്തിറക്കി. ചില വ്യക്തിത്വങ്ങളുടെ സംഭാവനകൾ ഒരു കാലഘട്ടത്തിലോ പ്രദേശത്തിലോ മാത്രമായി ഒതുങ്ങുന്നതല്ലെന്നും ഡോക്ടർ എം.എസ്. സ്വാമിനാഥൻ അത്തരത്തിലുള്ള മഹാനായ ശാസ്ത്രജ്ഞനായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ത്യയുടെ കാർഷിക മേഖലയിൽ അദ്ദേഹത്തിന്റെ ആശയങ്ങൾ ഇന്നും പ്രസക്തമാണ്. ഡോക്ടർ എം.എസ്. സ്വാമിനാഥൻ ശാസ്ത്രത്തെ പൊതുസേവനത്തിനുള്ള മാധ്യമമാക്കിയതായും പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു. കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാനും സമ്മേളനത്തിൽ പങ്കെടുത്തു. പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ രാജ്യത്തെ 80 കോടിയിലധികം ആളുകൾക്ക് സൗജന്യ റേഷൻ നൽകുന്നതായും ധാന്യങ്ങളുടെ ഉൽപാദനം വർദ്ധിപ്പിക്കുമെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. प्रधानमंत्री जी के नेतृत्व में आज 80 करोड़ लोगों को निःशुल्क राशन देने का काम हो रहा है. अब देश में कोई भूखा नहीं है, लेकिन मुझे लगता है कि यहाँ जो वैज्ञानिक बैठे हैं, विशेषकर विकसित कृषि संकल्प अभियान में भी जो बात उभरकर सामने आई, ജൈവ വൈവിധ്യത്തിന്റെയും പ്രകൃതി വിഭവങ്ങളുടെയും സുസ്ഥിര ക്രമീകരണം, ഭക്ഷണത്തിനും പോഷകാഹാര സുരക്ഷയ്ക്കും സുസ്ഥിര കൃഷി, കാലാവസ്ഥാ വ്യതിയാനം തുടങ്ങിയ വിഷയങ്ങൾ സമ്മേളനത്തിൽ ചർച്ചയാകും. ന്യൂസ് ഡെസ്ക്, ദൂരദർശൻ.